2025 തുടങ്ങിയിട്ട് 8 മാസം കംപ്ലീറ്റ് ആയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2025 ജനുവരി 1 ആയ സമയത്ത് നമ്മൾ ഒരുപാട് റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടാവും. ഞാൻ ഇനി അത് ചെയ്യില്ല, ഞാൻ ഇനി ഇത് ചെയ്യും, ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലെത്ര തീരുമാനങ്ങൾ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യാം. പഠനങ്ങൾ പറയുന്നത് നമ്മൾ ജനുവരിയിൽ എടുക്കുന്ന ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ, നമ്മൾ ഒരുപാട് പ്ലാൻസ് അത് ഫെബ്രുവരി വരെ മാത്രമേ പോവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മളെ പല പ്ലാൻസും, ദാറ്റ് മീൻസ് നമ്മൾ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ പിന്നിലെ സയൻസ് എന്താണ്, റിയൽ ലൈഫിലേക്ക് നമുക്ക് അതെങ്ങനെ അപ്ലിക്കബിൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും, അതുപോലെ തന്നെ നമ്മുടെ 2025 ബാക്കിയുള്ള ഡേയ്സിലേക്ക് നമുക്ക് എങ്ങനെ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്കായിരിക്കും. സോ ഈ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഹായ് ഹലോ, ഐ എം ജുനൈ സൈമൺ, ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. നമ്മളെ ഈ യൂട്യൂബ് ചാനലിൽ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ സ്പിരിച്വൽ, മെൻ്റൽ, ഫിസിക്കൽ ഗ്രോത്തിനെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള 3 ഏരിയാസിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റാത്തതെന്നുള്ളത്? സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെ പല കാര്യങ്ങളും പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാത്തത്. അപ്പോൾ നമ്മളെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയ ചേഞ്ചസ് നമ്മളെ ലൈഫിൽ നടക്കുന്നത് നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തല്ല, ചെറിയ കാര്യങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മളെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് വലിയ ബിഗ് ആയിട്ടുള്ള ഹാബിറ്റ്സ് അല്ല, ഇതിനെ നമുക്ക് വേണമെങ്കിൽ മൈക്രോ ഹാബിറ്റ്സ് എന്ന് പറയാം. അപ്പം നിങ്ങളെ ലൈഫിലെ എങ്ങനെയാണ് മൈക്രോ ഹാബിറ്റ്സ്, അതിൻ്റെ പിന്നിലുള്ള സയൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മളെ മനസ്സിനെ ഏതൊരു കാര്യവും പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ബ്രെയിനിനെ ഏതൊരു സംഗതിയും പറഞ്ഞ് പഠിപ്പിച്ച് അതൊരു ഹാബിറ്റാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ ഭയങ്കര ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം ഫോർ എക്സാമ്പിൾ ചില മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നും ഇന്ന് തന്നെ പോയിട്ട് മല മറിക്കണം എന്നൊക്കെ തോന്നും. ബട്ട് എക്സാക്ട്ലി ആ ഒരു ഫയർ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യും, ഇങ്ങനെ കെട്ടടങ്ങി പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആളിക്കത്തുക എന്നതിലുപരി സ്ഥിരമായിട്ട് ചെറിയ രീതിയിലെങ്കിലും കത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആവശ്യം. ഇതിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു സംഗതിയിൽ മൈക്രോ ഹാബിറ്റ് നമ്മൾ ഫോം ചെയ്ത് വരുന്ന സമയത്ത് നമ്മളെ ബ്രെയിനിൽ അത് പുതിയ ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യും. ഇതിനെ നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അതായത് നമുക്ക് നമ്മളെ ലൈഫിൽ ഒരു പുതിയ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പറ്റം പുതിയ ന്യൂറോൺസ് നമ്മളെ ബ്രെയിനിൽ എന്താവും, സജ്ജമാവും. നമ്മൾ ആ പുതിയ ഹാബിറ്റ് നമ്മളെ ബ്രെയിനിൽ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഓൾസോ നമ്മൾ മൈക്രോ ഹാബിറ്റ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ചെറിയ രീതിയിൽ നമ്മളത് തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യില്ല, അതിനെ റെസിസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിന് പിന്നിലെ മറ്റൊരു സീക്രട്ട്. ഇനി നമ്മളെ റിയൽ ലൈഫിലേക്ക് എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മളെ ഹെൽത്ത് റിഗാർഡിംഗ് ആയിട്ട് നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാണ്. ഇനി ഞാൻ വർക്കൗട്ട് ചെയ്യും, ഇനി ഞാൻ ഹെൽത്തി ഫുഡ് കഴിക്കും, ഇങ്ങനെയൊക്കെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ കുറഞ്ഞ സമയം മുന്നോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് നമ്മൾ വിട്ടുപോകും എന്നുള്ളതാണ്. അപ്പം അതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഒരു തീരുമാനം എടുക്കുകയാണ്, ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും 5 കിലോമീറ്റർ ഓടുമെന്ന് പറയുന്നതിന് പകരം സിമ്പിളായിട്ട് ഇന്നു മുതൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ബെഡിൽ കിടന്നുകൊണ്ട് 2 പുഷപ്പ് എടുത്തിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. പതിയെ കുറച്ച് ദിവസം ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബ്രെയിനിലൊരു പുതിയ പാത്വേ ഞാൻ ക്രിയേറ്റ് ചെയ്യും. എങ്ങനെ, ഞാനൊരു വർക്കൗട്ട് ചെയ്യുന്ന പേഴ്സണാണ്, ഞാൻ എൻ്റെ ഹെൽത്തിനെ കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ളൊരു ന്യൂറൽ പാത്വേ നമ്മൾ എന്ത് ചെയ്യും, കൊണ്ടുവരും. അത് പതിയെ നമ്മൾ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുമെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഹെൽത്ത് റിഗാർഡിംഗ് ആയിട്ട് നോക്കാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ കരിയർ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്കിതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇപ്പം ഒരു പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതുന്ന ഒരാളാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു പുസ്തകം ഞാൻ എന്ത് ചെയ്യാണ്, രചിക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഇരിക്കുകയാണ്, ഞാൻ വിചാരിക്കുകയാണ് ഡെയിലി ഞാനൊരു 5 പേജ് വെച്ചിട്ട് എഴുതും എന്നുള്ളത്. നോ, ബിഗ്ഗർ ടാസ്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മളെ ബ്രെയിൻ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഏറ്റവും സ്മോളായിട്ട് ഞാനൊരു പാരഗ്രാഫ് എഴുതി തുടങ്ങും, അല്ലെങ്കിൽ ഞാനൊരു പാരഗ്രാഫ് പഠിച്ച് തുടങ്ങും എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളത് ഒരു ഫ്ലോയിൽ എന്നുള്ള രീതിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ
നമ്മളെ റിലേഷൻഷിപ്പിലും ഒരൊറ്റ രാത്രി കൊണ്ട് ഞാനൊരു നല്ല ഹസ്ബൻഡായിട്ട് മാറും, നല്ല വൈഫായിട്ട് മാറും എന്നൊക്കെ പറയുന്നതിന് പകരം നാളെ മുതൽ ഒരു 5 മിനിറ്റ് നല്ല ക്വാളിറ്റി ടൈം ഞാൻ എൻ്റെ വൈഫിന് കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കും എന്നുള്ളൊരു തീരുമാനത്തിൽ ആ ഒരു 5 മിനിറ്റ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ആ ക്വാളിറ്റി ടൈമിൽ ഞാനൊരു 3 മിനിറ്റ് ഞാൻ അവരെ നല്ല പോലെ കേൾക്കും, അവരെന്ത് പറയുകയാണെങ്കിലും അത് കേൾക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കും എന്നുള്ള രീതിയിൽ ചെറിയ മൈക്രോ ഹാബിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ റിലേഷൻഷിപ്പ് നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ദെൻ നമ്മളെ മെൻ്റൽ ഹെൽത്ത്, ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മെഡിറ്റേഷൻസ് ആവട്ടെ, ബാക്കിയുള്ളതാവട്ടെ, എല്ലാം ഒറ്റയടിക്ക് ബിഗ്ഗർ ടാസ്ക് എടുത്ത് നമ്മൾ 20 മിനിറ്റ്സ് മെഡിറ്റേഷനൊക്കെ എടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില ആളുകൾക്ക് 20 മിനിറ്റ്സ് ഓക്കെയാണ്, അങ്ങനെയുള്ള ആളുകൾക്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ചില ആളുകൾക്ക് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ബ്രീത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 3 ബ്രീത്ത് വെച്ചിട്ട് അത് നിങ്ങൾ പതിയെ 5 ബ്രീത്തിലേക്കും 10 ബ്രീത്തിലേക്കും പതിയെ അത് 1 മിനിറ്റ് മെഡിറ്റേഷനിലേക്കും 3 മിനിറ്റ് മെഡിറ്റേഷനിലേക്കും 5 മിനിറ്റ് മെഡിറ്റേഷനിലേക്കും പിന്നീട് അത് 10 മിനിറ്റിലേക്കും പിന്നെ 20 മിനിറ്റിലേക്കും എത്തിക്കുന്ന രീതിയിൽ ചെറിയ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മൈക്രോ ഹാബിറ്റിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മെൻ്റൽ ഹെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിനെങ്ങനെ നിങ്ങളെ 2025 അപ്ലിക്കബിൾ ആക്കാമെന്നുള്ളത് നോക്കുകയാണെങ്കിൽ നിങ്ങളെ ലൈഫിൻ്റെ ഏതെങ്കിലും ഒരൊറ്റ ഏരിയ എടുക്കുക, ഒരൊറ്റ ഏരിയ, മേ ബി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെ കരിയർ, നിങ്ങളെ ഹെൽത്ത്, ഏതും ആവട്ടെ, അതിൽ നിങ്ങളൊരു മൈക്രോ ഹാബിറ്റ് ചൂസ് ചെയ്യുക. ഏതെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള നിങ്ങളെ ബ്രെയിൻ റെസിസ്റ്റ് ചെയ്യാത്തൊരു മൈക്രോ ഹാബിറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ചൂസ് ചെയ്യുക. ആൻഡ് ഓൾസോ അത് നിങ്ങളെ ഒരു റിയൽ ലൈഫിൽ ഇപ്പം നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എല്ലാ ദിവസവും ബ്രഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ഈ രീതിയിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ചെറിയ മൈക്രോ ഹാബിറ്റ് നിങ്ങൾ ഫോം ചെയ്യുക. ആൻഡ് ഒരു 30 ദിവസത്തേക്കൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കുക. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു കൺസിസ്റ്റൻസി ആണ് ഇമ്പോർട്ടൻറ്റ്, ഇൻറ്റൻസിറ്റി അല്ല എന്നുള്ളത് എന്ത് ചെയ്യും, റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഐ തിങ്ക് ഈ വീഡിയോ നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുണ്ട് എന്നുള്ളത്. റിമെമ്പർ, നമ്മളെ ലൈഫിൽ നമ്മൾ വലിയ ടാസ്ക് എടുക്കുന്ന സമയത്തല്ല നമുക്ക് ചേഞ്ചസ് ഉണ്ടാവുന്നത്, ചെറിയ മൈക്രോ ഹാബിറ്റ്സ് ആണ് നമ്മളെ ലൈഫിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഇന്നു മുതൽ ഒരു ചെറിയ മൈക്രോ ഹാബിറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു ശബ്ദം എടുത്തുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്ത് പോകാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ഇതാവശ്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.